തരില്ല ഐശ്വര്യ, ദേ, വെറുതെ ഇരിക്ക്. ഇല്ല തരില്ല. നിനക്ക് എന്തിനാ എന്റെ ഫോൺ? ഐശ്വര്യ, മിണ്ടാതിരിക്കാൻ. ഐശ്വര്യ, നീ എന്തിനാ എന്റെ ഫോൺ എടുക്കുന്നതെന്ന്? ഇല്ല, അമ്മ ഫോൺ ഇങ്ങനെ ഓടാനും ചാടാനും ബഹളം വെക്കാനുള്ള സന്ദർഭമാണോ ഇത്? പിന്നെ ഞാൻ വെറുതെ ഇരിക്കണോ? അരുണിന്റെ ഓരോ കള്ളത്തരം കണ്ട് വെറുതെ ഇരിക്കണോ ഞാൻ? അല്ലെങ്കിൽ അമ്മ നിയന്ത്രിക്ക്. ഇങ്ങനെ ബഹളം വെക്കാനും ഓടി മറിയാനുള്ള അവസ്ഥയാണോ നിനക്കെന്നാ ഞാൻ ചോദിച്ചേ. ശരിയാ, ഞാൻ ഗർഭിണിയാണല്ലോ. നിനക്ക് ഓർമ്മയില്ലേ ഇതൊന്നും? അതമ്മേ, കുറച്ച് വ്യായാമമൊക്കെ വേണോന്ന് അമ്മയല്ലേ എന്നെ ഉപദേശിച്ചത്? ഇതാണോ വ്യായാമം? അല്ല, അമ്മ പറഞ്ഞില്ലേ നടത്തവും യോഗയും ഒക്കെ വേണോന്ന്. അത് പറഞ്ഞു. പക്ഷേ ഇതാണോ പ്രഗ്നന്റ് ആയ ഒരാളുടെ വ്യായാമം? ഈ കണ്ട സ്റ്റെപ്പൊക്കെ ഓടിയിറങ്ങുക, പിടിവലി കൂട്ടുക, അലറി വിളിക്കുക. വയറ്റ് കിടക്കുന്ന കുഞ്ഞിനെ പറ്റി നീ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചോ ഐശ്വര്യ? അല്ലമ്മേ, നീ ഇനിയൊന്നും പറയണ്ട. അഹങ്കാരം നീ കാണിക്കുന്നത്. അമ്മേ, ഈ അരുൺ ആ ഫോണിൽ അശ്വതിയോടാ സംസാരിച്ചത്. അത് കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. കണ്ടോ അമ്മേ, അരുണിന്റെ ഭാവം കണ്ടോ? ഞാൻ ഇനി അശ്വതിയെ വിളിക്കും, കാണും എന്ന അഹങ്കാരല്ലേ ഈ മുഖത്ത് കാണുന്നേ? അല്ലേ അമ്മ പറ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെയാ. ആ അശ്വതിയുടെ കാര്യം വരുമ്പോ ആർക്കും ഒരു മിണ്ടാട്ടമില്ല. എല്ലാവരും അവളുടെ സൈഡാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം എന്റെ വിധി. അനുഭവിക്കുക എന്നെ. ഐശ്വര്യ, വെറുതെ കരയില്ലേ? ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാനിത് എങ്ങനെ സഹിക്കും? അമ്മേ, ഐശ്വര്യ പോട്ടെ, കണ്ണു തുടയ്ക്ക്. അരുൺ ജയിച്ചു എന്ന് കരുതണ്ട. അടുത്ത പണി ഞാൻ തരുന്നുണ്ട്. ചെല്ല്, മുകളിലേക്ക് ചെല്ല്, കുറച്ചു നേരം വിശ്രമിക്ക്. ഇല്ല അമൃതേടത്തി, എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല. എന്റെ വയറ്റില് ഒരു കുഞ്ഞുള്ളതാ. അതാ വിശ്രമിക്കാൻ പറഞ്ഞത്. ഇല്ല അമൃതേടത്തി, എനിക്കും ഇളംവെയിൽ കൊള്ളണം. എന്നാലേ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാകൂ, സുഖപ്രസവം നടക്കൂ. അതൊക്കെ ശരിയാ. അപ്പോ പുറത്ത് നടക്കാൻ പോവാ ഞാൻ. അതൊക്കെ നല്ല കാര്യം തന്നെയാ. അമ്മേ, ഞാൻ പറഞ്ഞ കേക്കില്ല. അമ്മ അരുണിനോട് പറ എന്നോടൊപ്പം പുറത്ത് നടക്കാൻ വരാൻ. അമ്മ, അഖിയും ശ്യാമയും ഒരുമിച്ച് ഈവനിംഗ് വാക്കിന് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോ എനിക്കും എന്റെ ഭർത്താവിനൊപ്പം തന്നെ നടക്കാൻ പോണം. പറയമ്മേ, എന്നോടൊപ്പം വരാൻ പറയമ്മേ. അരുൺ, അതമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആ സ്ഥലം എനിക്ക് അറിയാം. അശ്വതിയുടെ അടുത്തേക്കല്ലേ? അത് ഞാൻ വിടില്ല. അരുൺ, നമുക്ക് പോവാം. ഐശ്വര്യ, നീ കൈവിട്ടെ. അരുൺ, എന്താ ഇത്? എന്റെ ദേഷ്യം എല്ലാം പോയി. ഞാനിങ്ങനെയാ. സത്യത്തിൽ ഞാനൊരു പഞ്ചപാവ. ദേഷ്യം വന്ന കരയും ബഹളം വെക്കും. ആ നിമിഷം തന്നെ തിരിച്ച് സ്നേഹിക്കാനും തുടങ്ങും. അത്രയ്ക്ക് ശുദ്ധ മനസ്സ് എന്റേത്. എന്തായാലും രണ്ടാളും കൂടി ഒന്ന് നടന്നിട്ട് വാ, ഒരു ചേഞ്ചും ആവുമല്ലോ. അമ്മേ, അത് ഞാൻ... അരുണെ, തർക്കിക്കാൻ നിൽക്കണ്ട, ചെല്ല്. ഐശ്വര്യയോടൊപ്പം ചെന്നേ, അമ്മ പറയുന്നൊന്ന് കേക്ക്.
അരുൺ, ഇപ്പൊ നീ ഐശ്വര്യയെ വിഷമിപ്പിച്ചു. ഇല്ലെന്ന് പറയരുത്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഐശ്വര്യയോടൊപ്പം ചെന്നേ. ചെല്ലരുൺ. വാ അരുൺ. വാ വാ. ഐശ്വര്യം, ഈ കൈകോർത്ത് പിടിക്കാൻ നടക്കാൻ പറ്റില്ലേ? അതല്ലല്ലോ അതിന്റെ രീതി. ഭർത്താവും ഭാര്യയും കൈ കോർത്ത് പിടിച്ച് തന്നെ നടക്കണം. എന്നാലേ സ്നേഹം കൂടൂ. നോക്കിയേ, അഖിയും ശ്യാമയും എത്ര സന്തോഷത്തോടെയാ കരം പിടിച്ച് നടക്കുന്നേ. അതവർക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാ. അതുപോലെ സ്നേഹം അരുൺ എന്നോടില്ലേ? അരുണിനെ എനിക്ക് വലിയ ഇഷ്ടാ. അപ്പോ അരുൺ തിരിച്ച് എന്നെ സ്നേഹിക്കുന്നില്ലേ? പറ. ആ, അരുൺ എന്നെ ശരിക്ക് സ്നേഹിക്കണം. വയറ്റില് നമ്മുടെ കുഞ്ഞുള്ളതാ. മതി. ഏയ്, എന്തിനാ നിന്നെ? നടന്നേ. ഞാൻ തളർന്നു. വല്ലാത്ത ക്ഷീണം തോന്നുക. കുറച്ച് ക്ഷീണിക്കട്ടെ, എന്നാലേ ശരിക്ക് വ്യായാമം കിട്ടൂ. എങ്കിലേ സുഖപ്രസവം നടക്കൂ. ശ്ശോ, അപ്പൊ ഇനിയും നടക്കണോ? ആ, നടക്കണം. എനിക്ക് വയ്യ. സാരമില്ല, ഞാൻ മെല്ലെ ഉന്തി നടത്താം. ഉം? എന്നാലും എനിക്കിനി ഒരു ചുവട് പോലും നടക്കാൻ വയ്യ. നടന്നാലേ പറ്റൂ. എന്റെ ശ്യാമയെ ഞാൻ നടത്തിക്കും. പോരെ? എന്നാ നടത്തിത്താ കാണട്ടെ. റെഡിയല്ലേ? ഉം. യ്യോ, വീഴും. വീഴൊന്നുമില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. അരുൺ എന്നെ ഒരുപാട് ദ്രോഹിച്ചതാ. ഇത് തന്നെ ഐഡിയ. ഈ ഗർഭത്തിന്റെ പേരില് അരുണിനെ പറ്റുന്ന രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കണം. ഒരശ്വതിയും കുഞ്ഞും വെച്ചിട്ടുണ്ട് ഞാൻ. എന്താ നിന്നുകളഞ്ഞ? നടക്കുന്നില്ലേ? ആം, വയ്യ, നടക്കാൻ പറ്റുന്നില്ല അരുൺ. എന്നാ ഐശ്വര്യ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. എന്നാലും അരുൺ എന്നെ നിർബന്ധിക്കുന്നില്ല. എന്തിന്? നടക്കാൻ. അത് ഐശ്വര്യക്ക് ഇനി നടക്കാൻ വയ്യാന്നല്ലേ പറഞ്ഞേ? അതെ, അത് ശരിയാ. പക്ഷേ അരുൺ എന്നെ ഒന്ന് സഹായിക്ക്, ഞാൻ നടക്കാം. ഇനിയിപ്പം അതൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതൊന്നും പറ്റില്ല. അങ്ങോട്ട് നോക്കിയേ, അഖി ശ്യാമയെ സ്നേഹത്തോടെ ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ടോ? അരുൺ കണ്ടോ അഖി എന്ത് കെയറാ ശ്യാമയ്ക്ക് കൊടുക്കുന്നേ? അതാണ് യഥാർത്ഥ ഭർത്താവ് എന്ന് പറയുന്നത്. അരുണും എന്നെ അതുപോലെ പിന്നിൽ നിന്ന് ഉന്തി നടത്തിക്കേ. ഐശ്വര്യം, നീ എന്തിനാ മറ്റുള്ളവർ ചെയ്യുന്ന അനുകരിക്കുന്നത്? ഞാനൊരു ഭാര്യ. അരുണിന്റെ കുഞ്ഞാ എന്റെ വയറ്റിൽ കിടക്കുന്നേ. ആ സ്നേഹമെങ്കിലും അരുൺ എന്നോട് കാണിക്കും. വാ അരുണേ, വാ വാ. ഐശ്വര്യം, ഇത് വലിയ കയറ്റമല്ലേ? ആ, കയറ്റം കയറണം. എന്നാലേ നോർമൽ ഡെലിവറി നടക്കൂ. ശ്ശോ. ഒന്ന് ഉന്തി വിട് അരുൺ. വേഗം അരുൺ, ഉന്തി വിടാൻ. ആ, തള്ളു.
മതി ഐശ്വര്യ. അയ്യോ. ഐശ്വര്യ. ഐശ്വര്യ. എണീക്ക്. എന്താ പറ്റിയ ഐശ്വര്യ? എണീക്ക്. ഐശ്വര്യ. ഐശ്വര്യ എടുത്തില്ലേ? എണീക്ക് ഐശ്വര്യ. അയ്യോ, കാല് തെറ്റി വീണതാ. അല്ല, മനഃപൂർവ്വം തന്നെ എന്നെ ഇട്ടതാ. അല്ല 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 ഐശ്വര്യ, മനഃപൂർവ്വം അല്ല. നീ എണീക്ക്. പോയി. വീട്. അയ്യോ എന്റെ നാട്ടു. ഐശ്വര്യ അങ്ങോട്ട് എന്ത് പറ്റി? എന്താ പറ്റിയേ? ഈ അരുൺ എന്നെ തള്ളിയിട്ടു. അയ്യോ ശ്യാമേ, അല്ല, ഐശ്വര്യക്ക് അബദ്ധം പറ്റി വീണതാ. ശ്ശോ. എണീക്ക് ഐശ്വര്യ. എണീക്ക്. ഐശ്വര്യടുത്ത് വാ, എഴുന്നേക്ക്. വാ, എഴുതി. എഴുന്നേക്ക്. എണീക്ക്. പറയുന്നത് കേൾക്ക്. സൂക്ഷിച്ച്. ഐശ്വര്യ എടുത്തി. എണീക്ക്. പറ്റുന്നില്ല. അയ്യോ ഏട്ടാ പ്രഗ്നന്റ് പ്രശ്നോ? ശരി, നമുക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോവാം. ശ്യാമെ പിടിക്കും. അത് വേണ്ട. അയ്യോ അതൊന്നും പറഞ്ഞ പറ്റില്ല. ഐശ്വര്യടുത്തേക്ക് എഴുന്നേക്കാനേ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോവാം. പ്രശ്നം എണീക്ക്. ഐഡിയ മാറ്റാം. ആര് പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പറ്റും? എല്ലാരും ഒന്ന് മാറിയേ. അയ്യോ എടുത്തി. അയ്യോ എന്താ പണിക്ക് പോയിട്ട് പറഞ്ഞതല്ലേ വേണ്ട. ഇയാൾക്ക് ഇരിക്കാം. ഏട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ? പിടിക്ക് ശ്യാമേ. ഹോസ്പിറ്റലിൽ പോണ്ട. ചിലപ്പോ സ്കാനിങ് വേണ്ടി വരും. വയറ്റിലെ കുഞ്ഞുള്ളതാ. അതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട. അതിനിട്ട് പിടിക്ക്. ഐശ്വര്യത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഐശ്വര്യ, എണീക്ക് ഐശ്വര്യ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? വീട്. എടുത്തി ശ്യാമേ, പിടിക്ക് എണീപ്പിക്ക്. കേട്ടോ. എഴുന്നേ. ആക്കി, പിടിച്ചോ. ശ്ശോ. അയ്യോ എടുത്തി വയറുവേദനിക്കുന്നുണ്ടോ? എന്ത് വന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. കള്ളി വെടിച്ചത്താകും. അമ്മേ, അമ്മേ, എന്തൊരു വേദനയാ. അമ്മേ, അമ്മേ. എന്താ എന്താ ഐശ്വര്യ? എന്താ പറ്റിയേ? അരുൺ, ഐശ്വര്യക്ക് എന്താ പറ്റിയേ? അതമ്മേ. അമ്മേ, അരുൺ എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ. അയ്യോ, ഞാൻ മനഃപൂർവ്വമല്ല. ഇവളുടെ കാലം തന്നെയമ്മേ അപ്പൊ സംഭവിച്ചതാ. കാല് തന്നെയെന്നോ? അതമ്മേ, എവിടെ നടക്കാൻ തുടങ്ങുമ്പോ സത്യത്തില് ഇതാ അമ്മ അവിടെ സംഭവിച്ചത്. അല്ലമ്മേ, മനഃപൂർവ്വം അരുൺ എന്നെ തള്ളിയിട്ടതാ. അമ്മേ ഐശ്വര്യടുത്ത് വീണ് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ എല്ലാരും കൂടി പിടിച്ചെഴുന്നേപ്പിച്ചു. അങ്ങനെ അരുണേട്ട മനഃപൂർവ്വം തള്ളിയിടുവോ? ശ്യാം ഇത് കാണാഞ്ഞിട്ടാ. അതെ, പക്ഷെ അരുണേട്ടൻ അങ്ങനെ ഒരിക്കലും തള്ളിയിടുവൊന്നുമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഐശ്വര്യ എടുത്തി. വെറുതെ കഥ ഉണ്ടാക്കണ്ട കേട്ടല്ലോ. അമ്മേ, ദേ അരുണും ശ്യാമയാകി എല്ലാരും എനിക്കെതിരെയുള്ള പ്ലാനിങ്. അതൊക്കെ എന്തായതാന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. അരുൺ, ആദ്യം വണ്ടി എടുക്ക. ഐശ്വര്യ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അയ്യോ അമ്മേ, വേണ്ട. അത്ര പ്രശ്നം എനിക്കില്ല. അല്ല അമ്മ, ഐശ്വര്യടുത്ത് നല്ല വീഴ്ച വീണത്. ഹോസ്പിറ്റലിൽ പോകാൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചതാ. ഏട്ടത്തി കേട്ടില്ല. വയറ്റിലൊരു കുഞ്ഞുള്ളതാ. ഹോസ്പിറ്റലിൽ പോണം. ശരിക്കും ഒരു ചെക്കപ്പ് ആവശ്യം. അമ്മേ, എനിക്ക് ചെക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ദേ നോക്കിയേ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പെർഫെക്റ്റാ. എടുത്തേ അമ്മേ.
ഐശ്വര്യ നിനക്ക് നല്ല വേദനയുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഐശ്വര്യ ഒന്ന് ചെക്കപ്പ് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ചു വരാലോ, എന്തിനെങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? അമ്മ ശ്യാമേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്ക്. എനിക്ക് യാതൊരു വേദനയുമില്ല. ഐശ്വര്യടുത്തി ഹോസ്പിറ്റലിൽ പോകുന്നോണ്ട് എന്താ പ്രശ്നം? അഗി, നീ ശ്യാമയുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കണ്ട. ഓക്കെ? ഹോസ്പിറ്റലില് വെറുതെ കുറെ ചെക്കപ്പും സ്കാനിങ്ങും. ഉള്ളിലുള്ള കുഞ്ഞിനാ കേട്, അതാരും മനസ്സിലാക്കുന്നില്ല. ഐശ്വര്യ, നീ കുറച്ചുകൂടി മോഡേണായി ചിന്തിക്കുമെന്നാ ഞാൻ കരുതി. പ്രഗ്നൻസിയുടെ കാര്യത്തില് ഞാൻ കുറച്ച് പഴഞ്ചന. കൂടെ കൂടെ സ്കാനിങ്ങും എക്സ്റേ ഒന്നും എനിക്ക് പറ്റില്ല. ഉള്ളിലുള്ള കുഞ്ഞിന് അതിന്റെ റേഡിയേഷൻ പ്രശ്ന, ഞാൻ സമ്മതിക്കില്ല. ശരി, അത്രയ്ക്ക് പേടിയാണെങ്കിലേ തൽക്കാലം ഐശ്വര്യ വിശ്രമിക്കട്ടെ. പിന്നെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാം. ഐശ്വര്യ അത് പിന്നെ ഹോസ്പിറ്റൽ എന്നൊരു വാക്ക് എനിക്ക് കേക്കണ്ട. അതല്ല, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ, ഒരു ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കാനാ വന്നത്. ഓ, അതാണോ? ആ ആ, എന്താ നിങ്ങൾ പോകുന്നില്ലേ? വാപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ ഞാനൊന്ന് പോവാൻ നിൽക്കല്ലേ. എല്ലാ കള്ളിയും പൊളിയാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ദൈവമേ, വേദനയിൽ ശരിക്കും ഒളുക്കു വീണു. ഞാൻ ഇനി എന്ത് ചെയ്യും ടീച്ചറാ? ഞാൻ പലതവണ ശ്യാമയോട് എന്റെ സംശയം പറഞ്ഞതാ. അതിപ്പോ വെറും സംശയമല്ല, ശരിയാണെന്ന് തന്നെ എനിക്കിപ്പോ തോന്നുക. എന്ത് സംശയം? ശ്യാം ഇന്ന് ശ്രദ്ധിച്ചില്ലേ, ഐശ്വര്യടുത്തി എന്തൊരു വീഴ്ച വീണത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതമല്ല. അതാ ഞാൻ പറഞ്ഞ ഐശ്വര്യടുത്തി പ്രഗ്നൻസി അഭിനയിക്കുകയാണെന്ന്. അങ്ങനെയൊന്നും പറയല്ലേ, പാവം കിട്ടും. ഏതെങ്കിലും സ്ത്രീക്ക് അതിന് കഴിയോ? അങ്ങനെ ഒരിക്കലും ആരും ചെയ്യില്ല. ആരും ചെയ്യില്ല, പക്ഷെ ഐശ്വര്യടുത്തി അതും അതിന്റെ അപ്പുറവും ചെയ്യും, സംശയമില്ല. അവർക്ക് കുറച്ച് അസൂയയും ബഹളവും ഒക്കെ ഉള്ളത് ശരിയാ, പക്ഷേ ഒരിക്കലും അങ്ങനെ അഖിൽ സാർ സംശയിക്കുന്ന പോലെ അഭിനയിക്കൊന്നുമില്ല. എന്റെ ശ്യാമേ, തനിക്ക് ശുദ്ധ മനസ്സായതുകൊണ്ട് അങ്ങനെ തോന്നുക. ഇത് സത്യത്തിൽ ഐശ്വര്യടുത്തിയുടെ അഭിനയം തന്നെ. ഒരിക്കലും അല്ല സാർ. പിന്നെ ഇങ്ങനൊരു വീഴ്ച വീണിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഐശ്വര്യടുത്തി കൂട്ടാക്കത്ത എന്താ? അത് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് എന്നാലും അതല്ലല്ലോ, വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിന് എന്തേലും പറ്റിയോന്നുള്ളൊരു ഭയം കാണണ്ടേ? ആ, ഈ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ ഇപ്പൊ പോയി ചെക്കപ്പ് ചെയ്യില്ലായിരുന്നോ? അത് ശരിയാ, പക്ഷേ ഐശ്വര്യടുത്തി ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെന്ന് കരുതി അങ്ങനെ നമ്മൾ സംശയിച്ച് പറയാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, അരുണേട്ടൻ ഐശ്വര്യടുത്തെ മനഃപൂർവ്വം തള്ളിയിട്ടതാണോ? അല്ലല്ലോ. എന്നിട്ട് അവരിവിടെ അമ്മയുടെ മുമ്പിൽ വന്ന് പറഞ്ഞെന്താ? അരുണേട്ടൻ മനഃപൂർവ്വം ചെയ്താണെന്ന്. അമ്മയുടെ മറ്റും വഴക്കും ചകാരോ അരുണേട്ടന്. ഇങ്ങനെയായ അരുണേട്ടൻ ഐശ്വര്യടുത്ത് നിന്ന് കൂടുതൽ അകലേ ഉള്ളൂ. അരുണേട്ടനോട് മനസ്സിൽ പകവച്ച് പ്രതികാരം തീർക്കുന്ന രീതിയാ ഐശ്വര്യടുത്ത് കാണിക്കുന്ന. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ന്യായീകരിക്കാൻ എനിക്കാവില്ല. എപ്പോഴും അശ്വതി ചേച്ചിയും കുഞ്ഞുവാ അവരുടെ മനസ്സിൽ. അതിന്റെ ദേഷ്യം അരുണേട്ടനോട്. ഇത് ശരിക്കും മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ഭാര്യയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഐശ്വര്യടുത്ത് ചിന്തിക്കുന്ന ന്യായമല്ലേ? അശ്വതി ചേച്ചിയും അരുണേട്ടനും ശ്രീകുട്ടിയും ഒന്നും തെറ്റുകാരല്ലെങ്കിലും ഐശ്വര്യടുത്തേക്ക് മാത്രമുള്ളതാവണം അരുണേട്ടൻ. ഒരു ഭാര്യയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാ. സ്വന്തം ഭർത്താവ് മറ്റൊരാളുടേതാണെന്ന് അറിഞ്ഞാൽ ഏത് ഭാര്യ അത് സഹിക്കുക?
സാർ അത് പറ.